ഇപ്പോൾ പുതിയ വാഹനങ്ങൾ എടുക്കുന്ന കസ്റ്റമേഴ്സ്, പ്രത്യേകിച്ച് ബലേനോ, ഫ്രോങ്സ്, അതുപോലെ ബ്രസ്സ തുടങ്ങിയിട്ടൊക്കെയുള്ള വാഹനങ്ങൾ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും ആദ്യം അന്വേഷിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ബേസ് മോഡലിൽ മീഡിയം ഓപ്ഷൻസിലൊന്നും ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ടോപ്പ് മോഡലിൽ മാത്രമാണ് ഇത്തരം ഒരു ഫീച്ചർ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ കിട്ടാൻ വേണ്ടി മാത്രം പലരും ബേസ് മോഡലിൽ നിന്ന് ടോപ്പ് മോഡലിലേക്ക് പോകുന്നുണ്ട്. അതായത് ഹൈറ്റ് വ്യത്യാസമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വാഹനം ഇരുന്ന് ഓടിക്കാൻ. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഏകദേശം 100ഓളം വാഹനങ്ങളിൽ നിലവിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്രോങ്സിൻ്റെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, അതുപോലെ ബലേനോ അവൈലബിൾ ആണ്, ബ്രസ്സ അവൈലബിൾ ആണ്, മാഗ്നേറ്റിന് അവൈലബിൾ ആണ്, പഞ്ച് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ വാഹനങ്ങളുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് എൻക്വയറി ഉള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമ്മൾ നിലവിൽ ഇന്ന് ഇപ്പോൾ ഒരു ബലേനയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം, എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് നിലവിൽ വരുന്നത്. ഇതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ബേസ് മോഡൽ ബലേനോ ആണ്. ബലേനോ മാത്രമല്ല, ഫ്രോങ്സ്, അതുപോലെ തന്നെ സ്വിഫ്റ്റ്, എർട്ടിക തുടങ്ങിയിട്ടൊക്കെയുള്ള കുറേ വാഹനങ്ങൾക്ക് നമുക്കിതുപോലെ ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളിതിൽ ചെയ്യുന്നത് ഇതിൻ്റെ ബേസ് അഴിച്ച് മാറ്റിയതിന് ശേഷം ടോപ്പ് മോഡലിൻ്റെ സെയിം ബേസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാരുതിയുടെ ജെന്യുവൻ ആയിട്ടുള്ള സ്പെയർ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ബേസിലും ടോപ്പിലും വരുന്ന സീറ്റിൻ്റെ മറ്റ് പാർട്ടുകളെല്ലാം സെയിം ആണ്. അതേസമയം ഈ താഴെ ഭാഗത്ത് വരുന്ന ഇതിൻ്റെ ബേസിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. അത് നമ്മൾ ടോപ്പ് മോഡലിൻ്റെ വെച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫീച്ചർ നമ്മൾ ബേസ് മോഡലിലേക്ക് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ വാഹനത്തിൽ വരുന്ന പീസ് അഴിച്ച് മാറ്റിയതിന് ശേഷം പുതിയ ടോപ്പ് മോഡലിൻ്റെ പീസ് നമ്മൾ അവിടേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല, സാധാരണ ഷോപ്പുകളിൽ അങ്ങനെ അവൈലബിൾ അല്ല. ഇത് മാത്രമല്ല, ഫ്രോങ്സിൻ്റെ റിയർ AC, അതുപോലെ തന്നെ കണക്റ്റിംഗ് ടൈലാമ്പ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് 360 ക്യാമറ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ, പ്രത്യേകിച്ച് മാരുതിയുടെ വാഹനങ്ങളുടെ ജെന്യുവൻ പാർട്ടുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ ഫോൾഡബിൾ സൈഡ് മിററുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനം ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എല്ലാ ആക്സസറീസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വാട്സപ്പ്